അസ്സലാമലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡാലും വിത്ത് കൂസ. ഇതേമാതിരി കൂസ ഉണ്ടല്ലോ, ഈ കൂസ ഇതേമാതിരിയാണ് കൂസ. ഈ കൂസയും ഡാലും കൂടെ ചേർത്തൊരു പച്ചക്കറി ഉണ്ടാക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ അതിന് വേണ്ടി 1 കിലോ ഈ കൂസ എടുത്ത് ഇതേമാതിരി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 കിലോ ഡാലൂടെ എടുത്ത് കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അതിനാവശ്യമായ സാധനമാണ് ഞാൻ 4 ചെറിയ തക്കാളി ഇതേമാതിരി വലിയ പീസാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ അടുത്തതാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ 1 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ ഇതിലോട്ടിട്ട് ചതച്ചെടുത്തതാണ്. ഇത്രയും വേണ്ട, നമുക്കൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മാജി ക്യൂബിൽ 2 പീസുണ്ട്, അതിൻ്റെ ആ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ ജീരക പൗഡറാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കായപ്പൊടിയാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സവാളയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ള നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഡാലെടുക്കണ അനുസരിച്ച് നിങ്ങൾ ഈ സാധനങ്ങളും കുറച്ച് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇത്ര കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. പിന്നെ നമുക്ക് കറി താളിക്കാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ കറിവേപ്പില എടുത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, പിന്നെ കുറച്ച് ജീരകം ഫുള്ളായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചില്ലി മുളക് പൊടിയും കൂടെ വേണം. അതപ്പോഴും ഞാൻ കാണിച്ചു തരാം. ഇൻഷാ അല്ലാ നമുക്ക് തുടങ്ങാമല്ലോ. വരും. എന്നാൽ നമുക്ക് അല്പം എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, ചെമ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഈ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും ഞാൻ ചേർത്ത് കൊടുക്കുന്നു. സവാള ഞാൻ കുറച്ച് ഒരു 4 സവാള ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. 1 കിലോ ഡാലുള്ളതുകൊണ്ട് 4 വലിയ സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് സോട്ടായിട്ട് വരട്ടെ. വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. സവാള ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് നോക്കൂ, മല്ലിപ്പൊടിയാണ്, മസാലകൾ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡാല് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി വിട്ടുപോയി, സോറി. മഞ്ഞൾപ്പൊടി വേണം നമുക്ക്. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി വിട്ടുപോയി, സോറി. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ, ഇതിൽ തണുത്ത വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഏതൊരു സാധനം ഇതേമാതിരി ഫ്രൈ ആക്കി വെക്കുന്ന സാധനത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നോക്കി, ഇതേമാതിരി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നോക്കിക്കണി, ഇങ്ങനെ അതേപോലെ ഫ്രൈ. ഇനി അടുത്ത നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്കതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വേവിക്കാൻ വയ്ക്കാം. ഇത് വെന്ത് വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും. അടച്ചു വെച്ച് നമുക്ക് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് നല്ല തീ കൂട്ടി വേവിക്കാൻ വയ്ക്കാം.
നമുക്ക് ഡാലിൽ ഒഴിക്കാം. നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ആ കടുക് പൊട്ടിക്കാം. വേറെ നോക്കൂ, നിങ്ങൾക്കിതറിയാം, ഞാൻ പറയുന്നതാണ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടിയുള്ള സാധനം ആയതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇതാ നോക്കൂ, ഒരല്പം എണ്ണ ഒഴിച്ച് പിന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടുക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായില്ല, കടുക് പൊട്ടിട്ട്. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്ത് അടുത്ത് നമുക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് കൊടുത്ത് അടുത്ത നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ ചതച്ച് വെച്ചത് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ അതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. കടു താളിച്ചത് ഇവിടെ എല്ലാം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഡാൽ റെഡിയാകുമ്പോൾ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഡാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി മതി. ഒരുപാട് കൂടി ചേർത്ത് കൊടുത്താൽ കയ്ക്കും. അതുകൊണ്ട് ഒരു കുറച്ച് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്തത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നോക്കൂ ഡാലി മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുത്തു. നോക്കൂ, ഇത് കുബൂസ് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡാല് പച്ചക്കറിയാണ്. കൂസ ഡാലാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാം. പക്ഷേ ഇതേമാതിരി നിങ്ങൾ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ കടു പൊട്ടിച്ചത് നോക്കൂ, അതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കൂ സഹോദരങ്ങളെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി. വാവ്, പൊളിയില്ലേ, പൊളിയായില്ലേ? നമുക്ക് തീ ഒന്ന് ഓഫാക്കാം. പൊളിയായില്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ തീ ഓഫാക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഡാല് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്തോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.